ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നോ? എല്ലാരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നലെ കിട്ട വേക്കൻസിക്ക് എല്ലാരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി വേക്കൻസിയുടെ കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് പറയാം. അതിനു മുമ്പ് എന്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എല്ലാവരോടും ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ അവരോട് ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വേക്കൻസി ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ആണ്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൌഫർ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസിയാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർ വേറെ 2-3 വേക്കൻസി കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ കുറിച്ച് പറയാം നമുക്ക്. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഒക്യുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ആണെങ്കിലും മതി കേട്ടോ. പ്ലസ് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ അവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ സൈറ്റിൽ വേറെ കുറെ വേക്കൻസീസ് ഇട്ടിട്ടുണ്ട്. അതായത് എന്താണ് സോഷ്യൽ വർക്കറിന്റെ വേക്കൻസി, പിന്നെ സീനിയർ നേഴ്സിന്റെ വേക്കൻസി ഒക്കെ കിടപ്പുണ്ട്. പക്ഷെ അതിനൊക്കെ അവര് അറബിക് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അറബിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഫാർമസി ടെക്നീഷ്യന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ SOS ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതൊരു മാൻപവർ കമ്പനിയാണ് കേട്ടോ, ഇന്റർനാഷണൽ SOS. അപ്പോൾ 2 ഇയർ ഡിപ്ലോമ ഇൻ ഫാർമസി പ്ലസ് 2 ഇയർ എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആൾക്കാർ, QCHP ലൈസൻസ് ഒക്കെ എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫാർമസി ടെക്നീഷ്യൻ ജോബ് അപ്ലൈ ചെയ്യാം. ആരെങ്കിലും ഒക്കെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി റേഡിയോളജിസ്റ്റിന്റെയാണ്. റേഡിയോളജിസ്റ്റിന്റെ വേക്കൻസി അവർ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് MBBS പ്ലസ് MD ഇൻ ഡയഗ്നോസ്റ്റിക്. ആ റേഡിയോളജിയിൽ MD വേണം, പ്ലസ് MBBS. അതിന് എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. 2 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അടിപൊളി സാലറി ഒക്കെയാണ് കേട്ടോ. ഏകദേശം 8 lakhs അടുത്ത് സാലറി ഒക്കെ അവർ അതിന് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ റേഡിയോളജിസ്റ്റ് ആരെങ്കിലും ഒക്കെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാം കേട്ടോ. മെയിൽ ID ഒക്കെ വേണ്ടവര് കമന്റ് ചെയ്യാം, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഒരുപാട് വോളണ്ടിയറിന്റെ ഓപ്പർച്യൂണിറ്റി, ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ വോളണ്ടിയറിന്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ ഇന്ന് കണ്ടു. അപ്പൊ ഇവിടുത്തെ ഏതോ ഒരു ക്ലിനിക്കിലേക്കാണ് അവരിട്ടിരിക്കുന്നത്. അതിന്റെ ഒരുപാട് പ്രൊഫഷന്റെ ഒക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ, വോളണ്ടിയർ ഓപ്പർച്യൂണിറ്റി. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, ബിഹേവിയർ തെറാപ്പിയുടെ ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പിയുടെ ഉണ്ട്, ഫിസിയോതെറാപ്പിയുടെ ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ഉണ്ട്, മ്യൂസിക് തെറാപ്പിയുടെ ഉണ്ട്, സ്പോർട്സിന്റെ ഉണ്ട്, സ്പോർട്സ് മാനേജ്മെന്റ്. ഇത്രയും പ്രൊഫഷണൽസിന് വോളണ്ടിയർ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു സ്പെഷ്യൽ നീഡ് സെന്റർ ആണ്. അപ്പോൾ ഈ ഖത്തറിൽ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാർ പ്ലസ് ഖത്തർ IDയും ഇതിലൊക്കെ ബാച്ചിലർ ഡിഗ്രി ഒക്കെ, അതായത് സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷനിലൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും നാട്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസും പ്ലസ് ഖത്തർ ID ഒക്കെ ഉള്ള ആൾക്കാർ ഇവിടെ ജോലി നോക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് QCHP ലൈസൻസ് ഇല്ലെങ്കിലും അവർക്ക് അതൊക്കെ പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അവസരമാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഖത്തറിൽ ഒരു എക്സ്പീരിയൻസ് എങ്കിലും അവർക്ക് അവരുടെ CVയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. വോളണ്ടിയർ ആൻഡ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി അറ്റ് അവർ സ്പെഷ്യൽ നീഡ് സെന്റർ ഖത്തർ. അപ്പോൾ അത് ലിങ്ക്ഡിനിൽ കണ്ട വേക്കൻസിയാണ്. അതിന്റെ മെയിൽ IDയും കാര്യങ്ങളും ഒക്കെ വേണ്ടവര് എനിക്ക് കമന്റ് ചെയ്യാം കേട്ടോ, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഫിസിയോതെറാപ്പിയിലൊക്കെ ജോലി നോക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പോയി അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ CVയിൽ അത് ബൂസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ QCHP ലൈസൻസ് ഒക്കെ എടുക്കാൻ അവർ ഹെൽപ്പ് ചെയ്താലോ. എനിവേ ആരെങ്കിലും ഒക്കെ തപ്പുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജോലി അന്വേഷിച്ച് വെറുതെ ഇരിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ
നൗഫാറിന്റെ അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അവിടെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇന്നലെ ഹമദ് ഹോസ്പിറ്റലിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. അപ്പൊ ഇതെല്ലാം ഒക്യുപേഷണൽ തെറാപ്പി കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയിരിക്കുന്ന QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യാട്ടോ. അതുപോലെ തന്നെ നഴ്സസിന്റേത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പെക്സ് ഹെൽത്ത്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.